അല്ല, ഇന്നലെ വൈകുന്നേരം വരെ നിലയ്ക്കലിൽ രാഷ്ട്രപതി ഇറങ്ങും എന്നുള്ളത് ബന്ധപ്പെടുത്തിയുള്ള ഒരു പ്ലാൻ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം വരെ നിലയ്ക്കലായിട്ടുള്ള ക്രമീകരണങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ഇന്നലെ രാത്രിയാണ് നിലയ്ക്കലെ ക്ലൈമറ്റിലുണ്ടായിരിക്കുന്ന ആ വലിയ മാറ്റം കണ്ട് അവിടെ പ്രതിസന്ധി ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് ഇവിടെ പിന്നെ കട്ട നിരത്താനും അതുപോലെ മെറ്റൽ നിരത്താനും കോൺക്രീറ്റ് നിരത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. പക്ഷെ ആ ശ്രമങ്ങളുടെ രാത്രി മുഴുവൻ മഴയായിരുന്നു, രാവിലെയും ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഈ നിരത്തിയ കോൺക്രീറ്റ് ഉണങ്ങാനുള്ള സമയം അവിടെ കിട്ടിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്ക് രാഷ്ട്രപതിയുടെ പരിഗണന, രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രോട്ടോകോളിൽ ഒന്നാമതാണ്. പ്രൈം മിനിസ്റ്റർ മൂന്നേ ഉള്ളൂ. ഒന്ന് എന്ന് പറയുന്ന രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ സന്ദർശനം വരുമ്പം ഒരു പ്ലാൻ എ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി വേണ്ടേ? ആ പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ചില്ല. പ്ലാൻ എ മാത്രം, നിലയ്ക്കലിൽ മാത്രം ഇറങ്ങി അവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്.